തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം ഇന്ന് തീരുമാനമെടുക്കും. പ്രദേശത്ത് കനത്ത സുരക്ഷയൊരുക്കി കല്ലറ പൊളിക്കാനാണ് തയ്യാറെടുക്കുന്നത്. കല്ലറ പൊളിച്ച മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. കല്ലറ പൊളിക്കാനുള്ള തീരുമാനത്തിനെതിരെ കുടുംബം പ്രതിഷേധം ശക്തമാക്കുകയുമാണ്. മകന്റെ പ്രതികരണം ആദ്യം കാണാം. ചോദിക്കാതെയാണ് അവർ തീരുമാനങ്ങൾ എടുത്തത്. അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അവർ വന്നത് ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ഞങ്ങളുടെ അടുത്ത് പറയണമായിരുന്നു. അച്ഛൻ്റെ സമാധി എന്ന് പറയുന്ന കർമ്മങ്ങൾ മക്കൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത് വേറെ വെളിയിലുള്ള ആരുമല്ല. നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ എന്നെയും അനുജനെയും വിളിച്ചിരുന്നു. ഇവിടെ നടന്ന പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പോലും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സമാധി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മൾ തിരിച്ചതുപോലെ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്ത് പവിത്രതയാണ് ഇരിക്കുന്നത്? ജിബിൻ ജെബി ആണ് വിവരങ്ങളുമായുള്ളത്. ജിബിൻ, ഇന്നലെ നമ്മൾ അതിനാടകീയമായ ചില കാര്യങ്ങൾ കണ്ടു. അവിടെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും അതുപോലെ തന്നെ VSDP പ്രവർത്തകരും എത്തി കുടുംബത്തോടൊപ്പം നിലപാടെടുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളും വന്നു. കല്ലറയിൽ അതിനാടകീയമായ സംഭവ വികാസങ്ങൾ ഉണ്ടായി. ഈ ആളുകളെയൊക്കെ വിശ്വാസത്തിലെടുത്ത് നിയമം ഇങ്ങനെയാണ്, ഇത് പരിശോധിച്ചേ തീരൂ എന്ന ഒരു ബോധ്യപ്പെടുത്തൽ അവിടെ പ്രതിഷേധിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അഭിലാഷ്, അത് തന്നെയാണ് ഇപ്പോഴും പോലീസും ജില്ലാ ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഇത്രയും വലിയ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ സബ് കളക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കുടുംബത്തിന്റെ പ്രതിനിധികൾ, അതായത് ഈ മരിച്ച സമാധി ഗോപൻ സ്വാമിയുടെ 2 മക്കളെയും അതുപോലെ തന്നെ ഈ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിനിധികളെയും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും ഒക്കെ ചേർത്തുകൊണ്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് DYSPയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ ഇവർ കാര്യങ്ങളൊക്കെ തന്നെ ഈ കുടുംബത്തെയും അതുപോലെ തന്നെ സംഘടനാ ഭാരവാഹികളെയും ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ തന്നെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം വിശ്വാസവും ആചാരങ്ങളും എല്ലാം ഓരോരുത്തർക്കും ഉണ്ടാകും. പക്ഷേ നിയമം എന്ന് പറയുന്നത് അതിനു മുകളിലാണ്. കാരണം ഇത്തരത്തിലൊരു മരണം ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക് ആ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, അല്ലെങ്കിൽ കുടുംബം പറയുന്നത് പോലെ ഗോപൻ സ്വാമി തന്നെ സ്വന്തമായി ഇവിടെ വന്ന് സമാധിയായതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഈ കാണുന്ന സ്ഥലത്താണ് ഗോപൻ സ്വാമി സമാധിയായതെന്നാണ് കുടുംബം പറയുന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടി ഗോപൻ സ്വാമി തന്നെ താനെ വന്ന് ഇവിടേക്ക് ഇരുന്നതിന് ശേഷം അദ്ദേഹം സമാധിയായി. തുടർന്ന് അദ്ദേഹത്തിന്റെ ഇളയ മകനായിട്ടുള്ള ഈ പൂജകളൊക്കെ തന്നെ ചെയ്യുന്ന ആ രണ്ടാമത്തെ മകനാണ് ഇവിടെ മറ്റ് കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്തതിന് ശേഷം ഇത് കല്ലുകൊണ്ട് മൂടിയതെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഏറ്റവും ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ മരണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നാട്ടുകാരെയോ മറ്റു ബന്ധുക്കളെയോ ഒന്നും തന്നെ ഇവർ ഈ വിവരം അറിയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിലൊരു ദുരൂഹത ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരു അടുത്ത ബന്ധു തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അവർ ഈ ദിവസം ഈ വ്യാഴാഴ്ച രാവിലെ വന്ന ഗോപൻ സ്വാമിയെ കണ്ടപ്പോഴും ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരാൾക്ക് നടന്നു വന്ന് ഇവിടെ ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പറയുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടുകാരും അത്തരത്തിലുള്ള ഒരു സംശയം ഉന്നയിക്കുകയും അവർ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തത്. പരാതി ഇദ്ദേഹം കിടപ്പിലായിരുന്നു എന്ന് ഒരു വാർത്തയുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്വമേധയാ ഈ പ്രഷറിന്റെ ഗുളികയും കഴിച്ച് എനിക്കിപ്പോൾ സമാധിയാകണം എന്ന് പറഞ്ഞു പോയി സമാധിയായി എന്നുള്ളതാണല്ലോ മകന്റെ വാദം. ബന്ധുക്കൾക്ക് ഇതിനെതിരെയുള്ള വാദമാണോ? മകനും കുടുംബാംഗങ്ങൾക്കും നേരെ തന്നെയാണോ ബന്ധുക്കൾ വിരൽ ചൂണ്ടുന്നത്? ഈ ഹിന്ദു ഐക്യവേദി എപ്പോൾ മുതലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? അതായത് ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നു. ഇത്തരത്തിലൊരാൾ സമാധി ഇരിപ്പുണ്ട്, അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഉത്തരവായി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയത്. ഇന്നലെ ഏകദേശം രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ കളക്ടർ ഇത്തരത്തിൽ ഈ അറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കളക്ടറിന്റെ ഉത്തരവിറങ്ങിയത് ഇന്നലെ ഏകദേശം രാവിലെ ഒരു 11 മണിയോട് കൂടിയാണ്. ആ സമയത്താണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ ഹിന്ദു ഐക്യവേദി VSDP ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഇതിൽ ഇടപെടുന്നത്. കാരണം ഇത് മതപരമായ ആചാരങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഹിന്ദു വിശ്വാസ പ്രകാരമാണ് ഇത്തരത്തിൽ പൂജകളും കർമ്മങ്ങളും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് പൊളിക്കാൻ പാടില്ല എന്ന കുടുംബത്തിന്റെ നിലപാടിനൊപ്പമാണ് ഈ സംഘടനകൾ നിന്നത്. പക്ഷേ മറ്റൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ നാട്ടുകാരും മറ്റു സംഘടന ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, അല്ലെങ്കിൽ കുടുംബം പറയുന്നത് പോലെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പോലീസ് പറയുന്ന തീരുമാനത്തോട്, അതായത് ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് പ്രകാരം ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതേ നിലപാടിനൊത്ത കുറച്ച് നാട്ടുകാരും അതുപോലെ തന്നെ മറ്റു സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിന് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പൊ നാളെ പ്രായമായ
ഒരാൾ മരിച്ചിട്ട് ബന്ധുക്കൾ പറയുകയാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ പറയുകയാണ് സമാധി ആയതാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് നിലപാടെടുക്കുക? ഒരു കീഴ്വഴക്കം ഒരു കേസിൽ മാത്രം അംഗീകരിച്ചു പോകാൻ ഇവിടെ കഴിയില്ല. അസ്വാഭാവിക മരണത്തിന് പരാതിയുണ്ട്. പരാതി ഉള്ളപ്പോൾ സ്വാഭാവികമായും അവിടെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനെ ഇപ്പോൾ ബന്ധുക്കൾ അവരുടെ അതിവൈകാരികതയിൽ, പ്രത്യേകിച്ച് അവർ സാധാരണ ചിന്താഗതിയുള്ള ആളുകളാണെന്ന് പോലും സംസാരം കേട്ടിട്ട് തോന്നുന്നില്ല, അവർ പറയുന്നത് പിന്നെയും മനസ്സിലാക്കാം. പക്ഷേ സംഘടനകൾ ഇതുപോലെയുള്ള വിഷയത്തിൽ ഇടപെടുകയും അങ്ങേയറ്റം പിന്തിരിപ്പനും പ്രതിലോമകരവുമായ നിലപാടെടുക്കുകയും സാമൂഹ്യ സൗഹാർദ്ദത്തിന് തുരങ്കം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്, എന്താവശ്യത്തിനാണ് എന്ന് ഈ സംഘടനകളുടെ നേതൃത്വങ്ങളും ഈ സംഘടനയിലുള്ള ആളുകൾ ആലോചിച്ചാൽ കൊള്ളാം. ഇപ്പോൾ ഈ കുടുംബം തന്നെ പറയുന്നത് ഹിന്ദു ഐക്യവേദി തീരുമാനമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വികാര വിചാരങ്ങൾക്ക് പിന്തുണയുമായ സംഘടനകൾ എത്തുമ്പോൾ അവർക്ക് പ്രാഥമികമായും ആത്യന്തികമായും അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളതുണ്ട്. മറ്റുള്ളവരും ഈ ഒരു വഴി തുടരുകയാണെങ്കിൽ നിയമം നോക്കുകുത്തിയായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് അനുവദിച്ച് കൊടുക്കാൻ നിയമത്തിന് കഴിയുകയുമില്ല. ഏതായാലും ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് ഇന്നൊരു തീരുമാനം എടുക്കാം. ഇപ്പോൾ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണെങ്കിലും അവിടെ ഈ മരണത്തിലെ ദുരൂഹത നീക്കേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ചെയ്യും ജില്ലാ ഭരണകൂടം എന്നുള്ളത് നമുക്ക് അല്പസമയം കൂടി വെയിറ്റ് ചെയ്ത് അറിയേണ്ട ഒരു കാര്യമാണ്.